അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഈ വെളുത്തുള്ളി വഴന്നു വരുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ട്. ആ ഫ്ലേവർ ഈ കറിയുടെ രുചി കൂട്ടാനുള്ളതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യമേ കുറച്ച് വെളുത്തുള്ളി ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായി ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ശരിക്ക് പോകണം, അതുവരെ നമ്മൾ വഴറ്റണം. അതിന് ശേഷം നമുക്ക് ഒരു സവോള കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കറികൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ പലരും റെസിപ്പികൾ കാണിക്കും, പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ആ രുചി കിട്ടിയില്ല എന്നൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴന്ന് വരുന്ന വ്യത്യാസം കൊണ്ടാണ്, നമ്മൾ വഴറ്റുന്ന വ്യത്യാസം കൊണ്ടാണ്. കാരണം സവോള നന്നായി വഴന്ന് വരുന്ന പറഞ്ഞാൽ നന്നായി വഴന്ന് വന്നാൽ തന്നെ ആ രുചി കിട്ടുള്ളൂ. കാരണം സവോളയുടെ ഓരോ സ്റ്റേജിലും ഓരോ രുചിയാണ് സവോളയ്ക്ക്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പച്ച കടിക്കും, ആ പാകത്തിൽ ചിലരെടുക്കാറുണ്ട്. ചിലരിങ്ങനെ വഴന്നിങ്ങനെ എന്താ പറയുക പിങ്ക് കളറാവുമ്പോൾ മസാല ചേർക്കും, അപ്പോൾ വേറെ രുചിയാണ്. നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ വേറെ രുചിയാണ്. അപ്പം നമ്മൾ ഒരേ റെസിപ്പി കാണിച്ചാലും ഈ വഴന്ന് വരുന്ന വ്യത്യാസത്തിൽ ആ കറിയുടെ രുചി മാറും. അതാണ്, അല്ലാണ്ട് നിങ്ങളുടെ കുഴപ്പമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് സവോളയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ എൻ്റെ സ്പെഷ്യൽ ഉലർത്ത് മസാല ഞാൻ ഇപ്പോൾ ചിക്കനിലും മട്ടനിലും ബീഫിലും എല്ലാത്തിലും, അതായത് നാടൻ വിഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഉലർത്ത് മസാല എന്ന് പറയുന്നത്. അത് നമുക്ക് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഉലർത്ത് മസാല. പക്ഷേ പലതും പല ഫ്ലേവർ ആയിരിക്കുന്നത് മാത്രം. നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല അങ്ങനെ നമ്മൾ മൂപ്പിച്ച് വറുത്ത് പൊടിക്കുമ്പോൾ അത് കുറച്ച് ചേർത്താൽ മതി, അപ്പോൾ തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം അത് മൂത്തിയിട്ടുണ്ട്. ഈ പൊടികൾ മൂക്കണ വ്യത്യാസവും കറിയുടെ രുചി മാറ്റുന്ന ആലോചിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയും ഇതിൽ ഉടഞ്ഞ് ചേർന്ന് പോകണം ഈ സവോളയോടൊപ്പം. അതാണ് ഈ മുട്ട റോസ്റ്റിൻ്റെ രുചി. ഇതുപോലെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന മുട്ട റോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഒരുപോലെയാണെങ്കിലും കറിയുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചൂടില്ലാതെ പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ നമ്മൾ മസാല മാറ്റി വെച്ചിട്ട് ആ പാൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ചൂടായതിന് ശേഷം മാത്രം മസാലയോട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ മസാലയുടെ ടേസ്റ്റ് മാറും. നന്നായി വഴന്ന് മൂത്ത മസാലയിലേക്ക് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആ കറിയുടെ രുചി തന്നെ അത് മാറ്റിക്കളയും. എന്താണോ മസാലയുടെ ചൂട്, അതേ ചൂടിലുള്ള വെള്ളം തന്നെ നമ്മളെപ്പോഴും ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് മസാലയോട് ചേർന്ന് മിക്സായി മസാല ഒന്ന് വെന്ത് കറിയൊക്കെ ഒന്നിങ്ങനെ കുറുകി വരുന്ന പാകത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് കാടമുട്ട നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങൾ ഒരുപാട് കാടമുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഒരുപാട് കാടമുട്ട കഴിക്കും. ഞങ്ങൾ അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈ കാടമുട്ടയുടെ എണ്ണത്തിന് ഇത്ര എണ്ണമൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഈ കാടമുട്ട ഫ്ലേവർ, കാടമുട്ടയിൽ ഈ കറിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കണം. പിന്നെ നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഉപ്പ് പിന്നീടാണ് നോക്കിയിട്ടാണ് ചേർക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർക്കുക. മല്ലിയിലയും കൂടി ചേർത്താലേ ഈ കറിയുടെ രുചി പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതെന്തായാലും ചേർക്കണം, ചേർക്കാതിരിക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡിയായി.